ഹലോ ചങ്ങായിമാരെ, അമീറാണ്. ഇപ്പോൾ വന്നിട്ടുള്ളത് UP-യിൽ പീലിഭിത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. ഇന്നലെ വന്നതാണ്. ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് വണ്ടി എടുത്തിട്ടുണ്ട്. 2011 എൻ്റെ ബാക്കിൽ കാണുന്ന വി ഓപ്ഷൻ വണ്ടി, 3rd ഓണർഷിപ്പുള്ള അടിച്ചാപ്പൊളി വണ്ടി. ഇന്ന് വീട് എടുത്തിട്ട് ഡെലിവറി എടുത്തിട്ട് ആ കസ്റ്റമർക്ക് കൊണ്ടുപോവുകയാണ്. ഇവിടുന്ന് ഓടിച്ചിട്ട് UP-യിലെ ബോർഡർ, ഡൽഹി ബോർഡർ വരെ കൊണ്ടുവന്നിട്ട് അവിടുന്ന് കണ്ടെയ്നറിൽ കൊണ്ടുപോയി ചെയ്യും. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന ഒരു പ്രവാസിയാണ് ഈ വണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഫുള്ളായിട്ട് എമൗണ്ടൊക്കെ അയച്ചു തന്നിട്ട് നമ്മൾ അവർക്ക് വണ്ടി ഇവിടുന്ന് എടുത്ത് അയച്ചു കൊടുക്കുന്നുണ്ട്. പരമാവധി എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ വീഡിയോയുടെ അടിയിൽ ബാഡ് കമൻറ്റ് അടിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കുക. നമ്മളിതൊക്കെ പരമാവധി സൂക്ഷിച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ അതുപോലത്തെ വണ്ടികൾ നമ്മുടെ അടുത്ത് ഇന്നോവ ഇന്നും 11 V വന്നിട്ടുണ്ടെന്ന് 2 അതുപോലെ ഫോർച്യൂണർ നല്ല റേറ്റ് കുറവിന് വന്നിട്ടുണ്ട്. ആവശ്യമുള്ളവർ വിളിക്കാം. ഇത് 2011 V 3rd ഓണർഷിപ്പുള്ള വണ്ടി. ഞാനൊരു പ്രവാസി കസ്റ്റമർ സൗദിയിൽ. ഇപ്പോൾ നമ്മളെ എല്ലാവരും വീഡിയോ കാണുന്ന പോലെ ഫേസ്ബുക്ക്, ഇൻസ്റ്റയിൽ വീഡിയോ കണ്ടിട്ട് സൗദിയിലുള്ള കസ്റ്റമർ ഫുള്ളായിട്ട് എമൗണ്ട് ഇട്ടെന്നിട്ട് ഇന്ന് ഡെലിവറി എടുത്ത് വരികയാണ്. സമയം ഒരു 9:30 മണിയായിട്ടുണ്ട്. കുറച്ച് ദൂരെ പോയിട്ടാട്ടോ, ഡൽഹിയിൽ നിന്ന് UP-യിൽ പീലിഭിത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് പറ്റിയാണ് ഈ വണ്ടി ഡെലിവറി എടുത്തത്. 11 V 3rd ഓണർഷിപ്പ്, അടിപൊളി വണ്ടി. ഓക്കെ, ഏകദേശം നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടാലേ അറിയാൻ പറ്റും. വണ്ടി ഓടിക്കാനൊക്കെ നല്ല സുഖമുള്ള വണ്ടി. ഇന്ത്യയിലേക്ക് കാണുന്നത് 11 V. അപ്പോൾ ഇതുപോലത്തെ വണ്ടികളുണ്ട് നമ്മുടെ അടുത്ത്, വിളിച്ചോളി. 11 V ഒരു ഗ്രേ കളറും കൂടി വന്നിട്ടുണ്ട്, 2nd ഓണർഷിപ്പിലുള്ളത്. അപ്പോൾ ഇതുപോലത്തെ നല്ല വണ്ടികൾ 13 ഉണ്ട്, 14 ഉണ്ട്, 15 ഉണ്ട്. ഫോർച്യൂണർ കുറേ ഓഫറിൽ വന്നിട്ടുണ്ട്. 12 മോഡൽ 4x2 മാനുവൽ വന്നിട്ടുണ്ട്, 4x2 ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ വിളിച്ചോളി. നമുക്ക് നല്ല റേറ്റിന് എടുത്തു കൊടുക്കാൻ പറ്റും. ഇവിടുത്തെ വിലയാണ് നമ്മൾ പറയണത്. ഇവിടെ റെഡി ക്യാഷ് കൊടുക്കണം. പേയ്മെൻറ്റ് നമ്മളെ പേരിൽ NOC എടുത്തിട്ട് കൊടുത്തയക്കും. വണ്ടിയൊക്കെ നമ്മൾ അത്യാവശ്യമൊക്കെ ചെക്ക് ചെയ്തിട്ട് തന്നെ വണ്ടികൾ എടുക്കുക. പിന്നെ മോഡൽ കുറഞ്ഞ വണ്ടികൾക്ക് അതിൻ്റേതായ അപാധകൾ, അവിടെയൊക്കെ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, അത് 100% ഉറപ്പാണ്.